വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആണ്. സോ ബേസിക്കലി കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്താ പറയുന്നത്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആവശ്യമാണ്. സോ ബേസിക്കലി ഗ്ലൂക്കോസിന്റെ യൂട്ടിലൈസേഷനെയാണ് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ അബ്സോർപ്ഷൻ, എങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ആകുന്നത്, അബ്സോർബ് ആവുന്നത്. സോ ഡൈജഷൻ പറയുവാണെങ്കിൽ നമ്മൾ ഫുഡ് കാർബോഹൈഡ്രേറ്റ് ലൈക്ക് സ്റ്റാർച്ച്, സൂക്രോസ്, ലാക്ടോസ് എല്ലാം ബ്രേക്ക് ഡൗൺ ആവും. ഒന്നും കൂടെ പറയാം, നമ്മുടെ സ്റ്റാർച്ച്, സൂക്രോസ് അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ആകുന്നു, പൊട്ടിപ്പോകുന്നു. സോ ബ്രേക്ക് ഡൗൺ ആയിട്ട് എന്ത് നടക്കുന്നു? മോണോസാക്രൈഡ്സ് ആയിട്ട് മാറുന്നു. മോണോ മീൻസ് ഒന്ന്. ഓക്കെ, സോ ഇങ്ങനെ ഉണ്ടായ ഒരു കോംപ്ലക്സ് സാധനം പൊട്ടിയിട്ട് മോണോസാക്രൈഡ് ആയിട്ട് മാറുന്നു. സോ അത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും ആവുന്നു. ഇനി അബ്സോർപ്ഷൻ എങ്ങനെയാണ്? ഈ മോണോസാക്രൈഡ്സ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡ് സ്ട്രീംസിലേക്ക് പാസ് ചെയ്യുന്നു. നമ്മുടെ ബ്ലഡ് സ്ട്രീംസിലേക്ക് പാസ് ആവുന്നു. അങ്ങനെ എവിടെ നിന്നിട്ട്? നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ബ്ലഡ് സ്ട്രീംസിലേക്ക് പാസ് ആവുന്നു. ഇനി കൺവേർഷൻ പറയുവാണെങ്കിൽ ലീവറിൽ ഗാലക്ടോസും ഫ്രക്ടോസും നിന്നും ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ബേസിക്കലി കാർബോഹൈഡ്രേറ്റ് തുടങ്ങി ഗ്ലൂക്കോസ് ആയിട്ട് വരിക എന്നുള്ളതാണ്. സോ ബ്രേക്ക് ഡൗൺ ആവുന്നു, അബ്സോർബ് ആവുന്നു, കൺവേർട്ട് ആവുന്നു. ഓക്കെ, ഇനി ഗ്ലൂക്കോസ് പറയാം. സോ ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയുടെ ഒരു യൂണിവേഴ്സൽ ഫ്യൂവൽ എന്നാ പറയാം. നമ്മുടെ എനർജി പ്രൊഡക്ഷൻ്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ ഗ്ലൂക്കോസ് ആണ്. സോ ബ്രെയിൻ ഫംഗ്ഷന് ഗ്ലൂക്കോസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലൊക്കെ നമ്മൾ എപ്പോഴും സ്റ്റേബിൾ ആക്കി വെക്കുന്നത് എനർജിയുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ടാണ്. ഇനി എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം നമുക്ക് കുറേ എനർജി തരുന്നുണ്ടെങ്കിൽ തന്നെയും അതേപോലെ തന്നെ ഗ്ലൂക്കോസും തരാൻ പറ്റും. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം സപ്ലൈസ് മോർ ദൻ ഹാഫ് ഓഫ് ദ ബോഡി എനർജി റിക്വയർമെന്റ്. സോ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പകുതി വരെ, ഒരു എക്സ്റ്റെൻഡ് വരെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം വഴി നമുക്ക് തരാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന്റെ ഒരു ലാസ്റ്റ് ഗ്ലൂക്കോസ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഗ്ലൂക്കോസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ അനാബോളിസം ആൻഡ് കാറ്റബോളിസം ആണ്. എന്താ അനാബോളിസം? ദ സിന്തസിസ് ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾ ഫ്രം സിമ്പിൾ വൺ റിക്വയർ എനർജി. ഇവിടെ ശ്രദ്ധിക്കണേ, ദ സിന്തസിസ് ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾ ഫ്രം സിംഗിൾ മോളിക്കുലർ വൺ അല്ലെങ്കിൽ സിമ്പിൾ വൺ. സോ ഈ സിമ്പിൾ വണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ഈ സിമ്പിൾ വണ്ണായിട്ടുള്ള മോളിക്യൂൾസിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസുകൾ സിന്തസൈസ് ആവുന്ന പ്രക്രിയയാണ് അനാബോളിസം എന്ന് പറയുക. ഇവിടെ എനർജി വേണം. ദ സിന്തസിസ് ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾ ഫ്രം സിമ്പിൾ വൺ and required energy. In the catabolism, breakdown of complex molecule into simple one. തിരിച്ചു നടക്കുവാണെങ്കിൽ എന്താണ് അവിടെ? കാറ്റബോളിസം ആൻഡ് റിക്വയർഡ് എനർജി. മെറ്റബോളിസം എന്താണ്? ഈ സം ഓഫ് അനബോളിക് ആൻഡ് കാറ്റബോളിക് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? നമ്മൾ മെറ്റാബോളിസം എന്ന് പറയാം. ഇപ്പോൾ ഐഡിയ ആയിട്ടില്ലേ? അപ്പം അനാബോളിസത്തിന് എനർജി വേണം, അവിടെ കുഞ്ഞു മോളിക്യൂൾസുകൾ വലുതാവുന്നു. ഇവിടെ തിരിച്ചിട്ടാണെങ്കിൽ കാറ്റബോളിസം. സിമ്പിൾ, ഒന്നുമില്ല. സോ ഗ്ലൂക്കോസ് സ്റ്റോറേജ് ആൻഡ് യൂട്ടിലൈസേഷൻ ആണ്. ഗ്ലൂക്കോസ് എവിടെ സ്റ്റോർ ചെയ്യുക? സോ മേജറായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഗ്ലൂക്കോസ് എടുക്കുന്നതാണ് ഡയറ്ററി ഗ്ലൂക്കോസ് ആണ് അല്ലേ. സോ ഇത് കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോജനായിട്ട് മാറുന്നു. ഗ്ലൂക്കോസ് വിൽ ബി കൺവേർട്ടിംഗ് ടു ഗ്ലൂക്കോജൻ ആൻഡ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ലീവർ. നമ്മുടെ ലിവറിലാണ് എന്ത് ചെയ്യുക? നമുക്ക് സ്റ്റോർ ചെയ്യുക. ഒന്നും കൂടെ പറയാം, ഡയറ്ററി ഗ്ലൂക്കോസുകൾ ഗ്ലൂക്കോജനായിട്ട്, ഗ്ലൂക്കോജൻ and stored in the liver. ഇനി എനർജി പ്രൊഡക്ഷൻ പറയുവാണെങ്കിൽ ഗ്ലൂക്കോസ് ഈസ് ഓക്സിഡൈസ് ടു പ്രൊവൈഡ് എനർജി. നമ്മൾ ഈ ഗ്ലൂക്കോസ് ഇല്ലേ, ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എനർജി കിട്ടുന്നത്. പിന്നെ മെറ്റബോളിക് പ്രോസസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ബയോസിന്തസിസ് പറയുവാണെങ്കിൽ മെറ്റബോളിക് ഇന്റർമീഡിയറ്റ് ആർ യൂസ്ഡ് ഫോർ വേരിയസ് ബയോസിന്തറ്റിക് റിയാക്ഷൻ. സോ ഈ മെറ്റബോളിക് ഇന്റർമീഡിയറ്റ്സിൽ നിന്ന് ഒരുപാട് ബയോസിന്തറ്റിക് റിയാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഗ്ലൂക്കോജനായിട്ട് മാറ്റുന്നു. ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്താണ് നമുക്ക് എനർജി കിട്ടുന്നത്. ഇനി മേജർ ഗ്ലൂക്കോസ് ഡീഗ്രഡേഷൻ പാത്വേ ആണ്. സോ ബേസിക്കലി ഗ്ലൂക്കോസിന്റെ ഡീഗ്രഡേഷൻ പാത്വേ ഏതൊക്കെയെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഗ്ലൂക്കോലൈസിസ്. സോ ഓൾറെഡി ഇതിന്റെ ഷോർട്ട് നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ റെഫറൻസിനും കൂടെ ഈ ഓരോ പാത്വേ നോക്കുക. So glucolysis means breakdown. So the breakdown of glucose to pyruvate occurring in the cytosol. നടക്കുന്ന സൈറ്റോസോളിലാണ് ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അത് ഗ്ലൂക്കോലൈസിസ്. ഇനി ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിളാണ്. ഇനി ക്രെബ്സ് സൈക്കിൾ എന്ന് പറയും. എവിടെ നടക്കുന്നു? മൈറ്റോകോൺഡ്രിയ നടക്കുന്നു. നമുക്ക് ഓൾറെഡി പഠിക്കാനുണ്ട്, ഓരോന്നിട്ട് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. അപ്പോൾ നോക്കാം. ഇനി സെല്ല് ലൊക്കേഷൻ ആണ്. ദീസ് പാത്വേ ഒക്കേഴ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സെൽ. നമ്മളെ സെല്ലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൽ നമുക്കൊരു ഗ്ലൂക്കോസ് ഡീഗ്രഡേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്താണ് ഗ്ലൂക്കോലൈസിസ് നോക്കാം. ഞാൻ പറഞ്ഞു എന്താണ്? ബ്രേക്ക് ഡൗൺ ആണ് അല്ലേ. സോ ഇവിടെ ഗ്ലൂക്കോലൈസിസ് ഇസ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു പൈറുവേറ്റ്. ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് ഓക്സിഡേഷൻ സംഭവിക്കുന്നു.
സോ ഹിസ്റ്റോറിക്കൽ കണ്ടന്റ് പറയുവാണെങ്കിൽ കണ്ടുപിടിച്ചത് എംബരൻ, മേഹോഫ് ആൻഡ് പാൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റുകളാണ്. അവരാണ് ആ സമയത്ത് ഇതിന് പേരിട്ടിരുന്നത് എംബഡൻ മേഹോഫ് പാത്വേ എന്നായിരുന്നു. സോ വേഴ്സിറ്റാലിറ്റി പറയുവാണെങ്കിൽ ക്യാൻ പ്രൊഡ്യൂസ് ഇൻ ബോത്ത് എയറോബിക് ആൻഡ് അനറോബിക് കണ്ടീഷൻ. എയറോബിക് കണ്ടീഷനിലും അനറോബിക് കണ്ടീഷനിലും എയർ ഉള്ളപ്പോഴും അല്ലെങ്കിൽ അത് ഓക്സിജൻ പ്രസൻസിലും ഇല്ലാത്തപ്പോഴും നടക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ബേസിക്കലി ഓക്സിഡേഷൻ ആണ് ഗ്ലൂക്കോസ് ടു പൈറുവേറ്റ് എന്ന് ആലോചിച്ച് വെക്കുക. സോ ഏറ്റവും കൂടുതൽ എവിടെ ആയിരിക്കും? എയറോബിക് കണ്ടീഷനിലേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഫീസിബിൾ ആവുന്നത് കേട്ടോ. ഇനി സെല്ല് ലൊക്കേഷൻ പറയുവാണെങ്കിൽ ഓൾ എൻസൈം ഓഫ് ഗ്ലൂക്കോസിസ് ആർ ഫൗണ്ട് ഇൻ സൈറ്റോസോൾ. എവിടെ അടക്കം ഞാൻ ഓൾറെഡി പറഞ്ഞു സൈറ്റോസോളാണ്. അതുകൊണ്ട് എല്ലാ എൻസൈംസും കാണുന്ന എവിടെയാണ്? സൈറ്റോസോളിലായിരിക്കും. ഓക്കെ, സോ സ്റ്റേജ് 1 ഓഫ് ഗ്ലൈക്കോളിസ്, സ്റ്റേജ് 1 പറയുന്നത്. സോ ഇത് നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്? നമ്മൾ കാര്യമായിട്ട് സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. സോ സൈക്കിൾ വരച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഇല്ലാതൊന്നും ഇല്ല കേട്ടോ. ദ ഫസ്റ്റ് വൺ ഈസ് ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് ഫോസ്ഫോറിലേഷൻ ആണ്. ഫസ്റ്റ് വൺ ഈസ് ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് ഫോസ്ഫോറിലേഷൻ ആണ്. ഗ്ലൂക്കോസ് എൻഡർ സെൽ, ഗ്ലൂക്കോസ് നിന്നും നമ്മുടെ ഗ്ലൂക്കോസ് ഇവിടെ ഇരിപ്പുണ്ടേ. ഗ്ലൂക്കോസ് ആദ്യം എന്താ ചെയ്യുക? സെല്ലിനകത്തേക്ക് കടക്കുവാണ്, സെല്ലിനത് കടന്നു. ആൻഡ് ഈസ് ഫോസ്ഫോറിലേറ്റ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. സോ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഗ്ലൂക്കോസും ഉണ്ട്, 6 ഫോസ്ഫേറ്റും ഉണ്ട്. ഈ ഫോസ്ഫേറ്റ് എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യം. അതെങ്ങനെയാണ്? ഫോസ്ഫോറിലേഷൻ വഴിയാണ്, അല്ലെങ്കിൽ ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുക. ഇനി ആരാണ് ചെയ്യുന്നത്? ബൈ ഹെക്സോകിനേസ് അല്ലെങ്കിൽ ഗ്ലൂക്കോകിനേസ്. ഒന്നെങ്കിൽ ഹെക്സോകിനേസോ അല്ലെങ്കിൽ ഗ്ലൂക്കോകിനേസ് എന്ത് ചെയ്യുന്നു? ഫോസ്ഫോറിലേഷൻ ചെയ്യുന്നു. ആര്? ഗ്ലൂക്കോസിന്. അങ്ങനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഇതാണ് ഫസ്റ്റ് കാര്യം. സോ ഇത് നിങ്ങൾ സൈക്കിളിൽ പഠിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് മാർക്ക് തരും. നെക്സ്റ്റ് വൺ ഈസ് ഐസോമറൈസേഷൻ ആണ്. ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഹെക്സോകിനേസോ അല്ലെങ്കിൽ ഗ്ലൂക്കോകിനേസ് ചെയ്ത ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് നമ്മളെ അത് കൺവേർട്ട് ചെയ്ത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. മാറുന്നു? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ആരാണ് ചെയ്യുന്നത്? ബൈ ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറേസ്. ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറേസ് ആണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഫോസ്ഫോറിലേഷൻ ആണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് ഇനി നമുക്ക് ഒന്നും കൂടെ ഫോസ്ഫോറിലേഷൻ ചെയ്യണം. സോ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ എന്ത് ചെയ്യുന്നു? ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറ്റുന്നു. 1,6 ഡൈഫോസ്ഫേറ്റ് ബൈ ഫോസ്ഫോ ഫ്രക്ടോകിനേസ്. കണ്ട എളുപ്പമാണ്. ഇവിടെ ഗ്ലൂക്കോകിനേസ് ആണെങ്കിൽ ഇവിടെ ഫ്രക്ടോകിനേസ് ആണ്. വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആണെങ്കിൽ അതാണ് ഫ്രക്ടോകിനേസ് ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേജ് 1 കഴിഞ്ഞു. ഇനി സ്റ്റേജ് 2 ആണ്. സോ സ്പ്ലിറ്റിംഗ് ഓഫ് ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ്. സോ നമ്മൾ ഗ്ലൂക്കോസിന് തുടങ്ങി ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി, പിന്നെ അത് കഴിഞ്ഞ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി. ഈ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ ഫർദർലി എന്ത് ചെയ്യണം? നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യണം. അത് ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. സോ നമ്മളിൽ ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് ഉണ്ട്. സോ അൾഡോലേസ് സ്പ്ലിറ്റ് ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് ഇൻറ്റു ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആൻഡ് ഡൈഹൈഡ്രോക്സറ്റോൺ ഫോസ്ഫേറ്റ്. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ പറഞ്ഞു ഫ്രക്ടോസ് 1,6 ഫോസ്ഫേറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുക. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 സാധനങ്ങൾ ഉണ്ടാവുക. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും പിന്നെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റുമാണ് ഉണ്ടാവുക. സോ ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റിനെ അൾഡോലേസ് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ആരൊക്കെ? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ടും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ടും. ഇനി ഇന്റർ കൺവേർഷൻ ആണ്. ദ 2 ട്രയോസ് ഫോസ്ഫേറ്റ് ആർ ഇന്റർ കൺവേർട്ടബിൾ. ഇവിടെ ഉണ്ടായ 2 ട്രയോസ് ഫോസ്ഫേറ്റും ഇന്റർ കൺവേർട്ടബിൾ ആണ്. നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ദിസ് സ്റ്റേജ് നെയ്തർ എക്സ്പാൻഡ്സ് നോർ ഫോം ATP. സോ ഇവിടെ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്ത് ATP ഫോം ചെയ്യാം, ഇല്ലെങ്കിൽ ഫോം ചെയ്യാതെയും ഇരിക്കാം, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫർദർലി പോകണം എന്നില്ല. അപ്പോൾ സൈക്കിൾ നമ്മൾ ഫുള്ള് പഠിച്ചേ. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും, മാർക്ക് കിട്ടും. ഇനി സ്റ്റേജ് 3 ആണ്. സോ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എക്സാമിന് അപ്രോച്ച് ചെയ്യുമ്പം സ്റ്റേജ് 1, സ്റ്റേജ് 2, 3 എന്ന് എഴുതിയിട്ട് ഈ മേജർ പോയിന്റ്സ് ആദ്യമേ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഫർദർലി നിങ്ങൾ വരച്ചാലും മതി. സോ സ്റ്റേജ് 3 ഓക്സിഡേഷൻ ഓഫ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആൻഡ് കൺവേർഷൻ ടു 3 ഫോസ്ഫോ ഗ്ലിസറേറ്റും എനർജി ഈൽഡും ആണ്. സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ള എന്തുണ്ട്? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഉണ്ട്, ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഉണ്ട്. അതിൽ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഇല്ലേ? അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഗ്ലിസറാൾഡിഹൈഡ്
glyceraldehyde 3-phosphate is oxidized to 1,3-biophosphoglycerate by glyceraldehyde 3-phosphate dehydrogenase. സോ ഈ എൻസൈം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. എങ്ങനെ? 1,3-ബൈഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട്. ഇനി കൺവേർഷൻ ടു 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ്. സോ നമ്മുടെ കിട്ടിയ സാധനം 1,3-ബൈഫോസ്ഫോഗ്ലിസറേറ്റ് ഈസ് കൺവേർട്ട് ടു 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ബൈ ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ് പ്രൊഡ്യൂസിങ് ATP. കണ്ടോ, ഇത്രയും സമയം ഞാൻ ATP ഒന്നെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ചെയ്യില്ല പറഞ്ഞു. ഇവിടെ എന്ത് ചെയ്യുന്നു? ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് എന്താണ്? എനർജി ഈൽഡ് നടക്കുന്നു. ഗ്ലൈക്കോലൈസിസ് വഴി എനർജി ഈൽഡ് നടക്കുന്നു. നമുക്ക് കാര്യം ഇവിടെ ATP ഫോം ചെയ്തില്ല, അപ്പോൾ എനർജി ഈൽഡ് നടന്നു. സോ സിമ്പിളാണ്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. എനിക്കൊന്ന് സ്റ്റേജ് 3 എത്തുമ്പോൾ ടഫ് വരുള്ളൂ. സ്റ്റേജ് 2 വരെ നിങ്ങൾക്ക് ആർക്കും പഠിക്കാൻ പറ്റും. എളുപ്പമാണ്. സൈക്കിൾ വരച്ച് പഠിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പഠിക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേജ് 4. എനർജി നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ബാക്കി കൺവേർഷൻസുകൾ നടത്തണം. 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ടു 2-ഫോസ്ഫോഗ്ലിസറേറ്റ് അടക്കണം. അതെങ്ങനെയാണ് അടക്കുക? സോ ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ് കാറ്റലൈസ് ഇൻ ദിസ് കൺവേർഷൻ. സോ ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ് നടത്തുന്നു. 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ടു ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്. സോ ഇവിടെ കാറ്റലൈസ് സ്റ്റെപ്പ് നടക്കുന്നത് ഈനോലേസ് വെച്ചിട്ടായിരിക്കും. സോ ഇവിടെ Mg2+, Mn2+ അയൺസിന് ആവശ്യമുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് ഫോസ്ഫോ ഇൻലോ പൈറുവേറ്റ് ടു പൈറുവേറ്റ് ആണ്. സോ പൈറുവേറ്റ് കൈനേസ് കാറ്റലൈസ് ഇൻ ദ ഫൈനൽ സ്റ്റെപ്പ് പ്രൊഡ്യൂസിങ് ATP. ഇവിടെ എന്ത് ചെയ്യുന്നു? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ആ സ്റ്റെപ്പും തീരുന്നു. അപ്പോൾ എളുപ്പമല്ലേ? 3-ഫോസ്ഫോഗ്ലിസറേറ്റ് അത് കൺവേർട്ട് ചെയ്ത് 2-ഫോസ്ഫോഗ്ലിസറേറ്റ്. കണ്ടോ, ഇവിടെ 3 എന്നുള്ളത് 2 ആവുന്നു. ഇവിടെ 2-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്തെന്നു? ഫോസ്ഫോ ഫീനോൾ പൈറുവേറ്റ് ആവുന്നു. ഇവിടെ ഫോസ്ഫോ ഫീനോൾ പൈറുവേറ്റ് എന്തെന്നു? പൈറുവേറ്റ് മാറുന്നു. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ വന്ന് ലാസ്റ്റ് ATP ഇവിടെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. കണ്ടോ, ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോവുകയാണ് എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. സൈക്കിൾ പഠിക്കുക. എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല, കാര്യം ക്ലാസ് വെറുതെ ലോങ് ആക്കേണ്ട ആവശ്യമില്ല അല്ലേ. സോ നമുക്ക് അനറോബിക് പാത്വേ ഓഫ് ഗ്ലൈക്കോളിസിസ് നോക്കാം. ഞാൻ എറോബിക്കും ഉണ്ട് അനറോബിക്കും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സോ ഇത് അനറോബിക് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് NADH റിഡോക്സേഷൻ ആണ്. സോ റിഡോക്സേഷൻ ചില ഓക്സിഡേഷനും റിഡക്ഷൻ നടക്കുന്ന നമ്മൾ എന്താ പറയുക? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ NADH റിഡോക്സേഷൻ ആണ്. So in the absence of oxygen, NADH must be reoxidized to NAD+ to continue glycolysis. കണ്ടോ, NADH എന്ത് ചെയ്യണം? റീഓക്സിഡൈസ് ചെയ്യണം. എന്തായിട്ട്? NAD+ ആയിട്ട് ടു കണ്ടിന്യൂസ് ഗ്ലൈക്കോളിസിസ്. ഇനി പൈറുവേറ്റ് ടു ലാക്ടേറ്റ് ആണ്. പൈറുവേറ്റ് കൺവേർട്ട് ടു ലാക്ടേറ്റ് റീഓക്സിഡൈസിങ് NADH വിത്തൗട്ട് പ്രൊഡ്യൂസിങ് ATP. കണ്ടോ, ഇവിടെ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇവിടെ എന്താ നടക്കുന്നത്? പൈറുവേറ്റ് കൺവേർട്ട് ചെയ്യുന്നത് എന്തായിട്ട്? ലാക്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും അങ്ങനെ റീഓക്സിഡൈസിങ് ഓഫ് NADH നടക്കുന്നു എന്നുള്ളതാണ്. ഇനി എനർജി ഈൽഡ് ആണ്. എറോബിക് ഓക്സിഡേഷൻ ഓഫ് 1 ഗ്ലൂക്കോസ് മോളിക്യൂൾ പ്രൊഡ്യൂസ് 2 ATP. കണ്ടോ, അത് എനറോബിക് റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ നിന്ന് 2 ATP പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ 2 കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. ദ ഫസ്റ്റ് വൺ ഇസ് NADH റിഡോക്സേഷൻ ആണ്. ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ NADH ആണ് എന്ത് ചെയ്യുക? റീഓക്സിഡൈസ് ചെയ്ത് NAD+ ആയിട്ട് മാറി ഗ്ലൈക്കോളിസിസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അവിടെ പൈറുവേറ്റ് ടു ലാക്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ 2 കാര്യങ്ങൾ മാത്രം ഓർത്ത് വെക്കുക. സോ എനർജി ഈൽഡ് ആണ്. ഈ കോളം പഠിക്കാം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ATP ഉപയോഗിച്ചതും ATP എത്ര ഫോം ചെയ്യുന്നുള്ള ഇതാണ്. ഇത് നിങ്ങൾ വരക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു എക്സാം പേപ്പർ കാണുമ്പോഴേ മനസ്സിലാവും നിങ്ങൾക്ക് കാര്യം അറിയാം എന്നുള്ളത്. ആ സ്റ്റെപ്പും കൂടി ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് കിട്ടും. മിനിമം ഒരു 3 പേജോളം നിങ്ങൾക്ക് അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. 3.5 പേജോളം ഈ ഞാൻ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ ഈ നോട്ട് പഠിച്ച് എഴുതുവാണെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ആ ഒരു സൈക്കിൾ വരച്ച് മാർക്ക് കിട്ടുന്നേക്കാൾ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. സോ ഗ്ലൈക്കോളിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടിഷ്യൂവിൽ? ദ ഫസ്റ്റ് വൺ ഈസ് എരിത്രോസൈറ്റ്സ്. സോ റെഡ് ബ്ലഡ് സെൽ ഡെറിവ് എനർജി മെയിൻലി ഫ്രം ഗ്ലൈക്കോളിസ് ഡ്യൂ ടു ലാക്ക് ഓഫ് മൈറ്റോകോൺട്രിയ. സോ നമ്മുടെ ഗ്ലൈക്കോളിസ് വഴിയാണ് RBCയിൽ നിന്ന് എനർജി എടുക്കുന്നത്. 2 നെർവസ് ടിഷ്യൂ ആണ്. ബ്രെയിൻ നെർവസ് ടിഷ്യൂവിനൊക്കെ ഗ്ലൂക്കോസ് മെറ്റബോളിസം വഴി ഒരുപാട് എനർജി കിട്ടുന്നുണ്ട്. പിന്നെ അതർ ടിഷ്യൂസ് ചില സമയത്ത് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഗ്ലൈക്കോളിസ് വഴി എടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ റെഗുലേഷൻസ് ഉണ്ട്. സോ ഈ ഗ്ലൈക്കോളിസ് ചില സമയത്ത് നമുക്ക് ആവശ്യത്തിന് വേണ്ട, കുറയ്ക്കേണ്ടി വരും, ലിമിറ്റ് ചെയ്യേണ്ടി വരും. സോ കീ റെഗുലേറ്റിംഗ് എൻസൈംസ് ആണ് എക്സോക്കിനേസ്, പിന്നെ ഫോസ്ഫോഫ്രക്ടോക്കിനേസ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, സെയിം തന്നെ. ഇനി അലോസ്ട്രിക് റെഗുലേഷൻസ് ഉണ്ട്. വേരിയസ് മെറ്റബോളിക് ക്യാൻ ബി ആക്റ്റീവ് ഓർ ഇൻഹിബിറ്റ് ഗ്ലൈക്കോളിസിക് എൻസൈംസ്. സോ ഈ ഗ്ലൈക്കോലൈറ്റിക് എൻസൈംസിന് വേരിയസ് ഫാക്ടേഴ്സ്, വേറെ ഫാക്ടേഴ്സ് കാരണം മേ ബി കുറയ്ക്കാം, ഗ്ലൈക്കോളിസ് കുറയ്ക്കാം, കൂട്ടാം. ഇറ്റ്സ് ഡിപ്പെൻസ് ആണ്. ആൻഡ് ഹോർമോൺ കൺട്രോൾ.
So, insulin and glycogen play crucial role in regulating glycolysis metabolism. So, ഇൻസുലിനും ഗ്ലൈക്കോളും എന്ത് ചെയ്യാറുണ്ട്, ക്രൂഷ്യൽ റോള് ഹോർമോൺ കൺട്രോളിൽ എപ്പോഴും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഹോർമോണായിട്ടുള്ള ഇൻസുലിനും ഗ്ലൂക്കോജനും നമ്മളെ ഒരു ഗ്ലൈക്കോളിസ് മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് എനർജി സ്റ്റാറ്റസ് ആണ്. സെൽ എനർജി സ്റ്റാറ്റസ് പറയുവാണെങ്കിൽ ബേസിക്കലി ATP AMP റേഷ്യോ നമുക്ക് കാണിക്കാൻ പറ്റും. അതായത് എത്രത്തോളം ഗ്ലൈക്കോളിസ് റേറ്റ് ഉണ്ടോ അതനുസരിച്ച് നമുക്ക് സെല്ലിൻ്റെ എനർജി സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും. സോ ബേസിക്കലി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. സ്റ്റേജ് 1, 2, 3, 4, 5 പഠിച്ച് തന്നെ കാര്യം കഴിയും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.